ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഹസ്ബൻഡിന് ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു ബൊക്കെയാണിത്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടാലോ? ഇത് നിങ്ങൾക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബൊക്കെ റാപ്പ് ചെയ്യുന്ന ഒരു ഷീറ്റാണ് വേണ്ടത്. ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലൊക്കെ ഇത് കിട്ടും. ഞാൻ പക്ഷേ റെഡോ ബ്ലാക്കോ ഒക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് അപ്പോൾ പോയപ്പോൾ ആ കളേഴ്സ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റോസ് കളർ ചൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം ആ ഷീറ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പീസുകളാക്കി മാറ്റുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ചോക്ലേറ്റുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റിക്കാണ്. അത് നമ്മൾ കസ്റ്റമറിനൊക്കെ ഓർഡർ കിട്ടിയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ബാംബു സ്റ്റിക്കാണ് യൂസ് ചെയ്യുക. നമുക്ക് ഇതേപോലെ തന്നെ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ കിട്ടും ബാംബു സ്റ്റിക്ക് പാക്കറ്റായിട്ട്. അപ്പം ഞാനിവിടെ ഇപ്പം എൻ്റെ കയ്യിൽ ബാംബു സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ട് തൽക്കാലം ഈർക്കിളിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ ടേപ്പ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ബൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു തെർമാക്കോളിൻ്റെ ഒരു പീസാണ് വേണ്ടത്. ഞാൻ തെർമാക്കോൾ യൂസ് ചെയ്ത് ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഇത് മേക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് തെർമാക്കോൾ കിട്ടിയില്ല. ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ആ കാര്യം വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലം ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ. തെർമാക്കോൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഒന്നും കൂടി സിമ്പിളായിട്ട് ചെയ്യായിരുന്നു. ജസ്റ്റ് ആ വടി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. അതേപോലെ റോസ് ഫ്ലവർ ആയാലും ആ തെർമാക്കോളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തത് കൊണ്ട് ഈ ചോക്ലേറ്റ്സ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ 2 റോസ് ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബൊക്കയിലൊക്കെ യൂസ് ചെയ്യണ കാണുമ്പോൾ ഒറിജിനൽ റോസാപ്പൂവിൻ്റെ പോലെ തന്നെ തോന്നുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ ഇത്. നേരത്തെ ചോക്ലേറ്റ് കാർഡ്ബോർഡും ഒട്ടിച്ചു കൊടുത്ത പോലെ തന്നെ റോസ് ഫ്ലവറും നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ആ കാർഡ്ബോർഡിൻ്റെ പീസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ റാപ്പിംഗ് ഷീറ്റിൻ്റെ പീസുകൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ബൊക്കെ മേക്ക് ചെയ്ത് തുടങ്ങുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇതേപോലത്തെ ഗിഫ്റ്റ് ഐറ്റംസ് മേക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ഇത് ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ടൈം എടുക്കാം ഒരു വട്ടമൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ അത് ചെയ്ത് അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഈ ബൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്കിതിൽ കൂടുതൽ ടൈം വേണ്ടി വന്നത് ആ തെർമോക്കോൾ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിലും ഈസി ആയിട്ട് ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ ഇനി ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസുകൾ നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡുകളിലായിട്ടും മാറി മാറി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ.
ഇത്രയേ ഉള്ളൂ. ബൊക്കെ റെഡിയായി. ലാസ്റ്റായിട്ട് ഒരു സാറ്റിൻ്റെ റിബൺ അതിൻ്റെ താഴെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.